നമസ്കാരം. നിയമസഭയിൽ നിന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി വിജയിച്ച നടനും കോൺഗ്രസ് നേതാവുമായ രമേശ് പിഷാരടിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു. സിനിമ മിനിസ്ക്രീൻ രംഗത്തു നിന്നും രാഷ്ട്രീയ ഗോധയിലെത്തി നിയമസഭയുടെ പടവുകൾ കയറുന്ന പിഷാരടിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പാലക്കാട്ടെ മുൻ MLA ആയ രാഹുൽ മാങ്കുട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലാവുകയാണ്. പാലക്കാടിന്റെ MLA ആയി പ്രിയപ്പെട്ട രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലക്കാടിന്റെ പ്രിയപ്പെട്ടവൻ എന്ന ക്യാപ്ഷനോടെ പിഷാരടി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത്. തീ പാർന്ന ത്രികോണ മത്സരത്തിനൊടുവിലാണ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ 13,147 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് രമേശ് പിഷാരടി പാലക്കാട് നിയമസഭാ സീറ്റ് UDF-നായി നിലനിർത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തനിക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന രാഹുൽ മാങ്കുട്ടത്തിനോടുള്ള സ്നേഹവും മുൻപ് രാഹുൽ മണ്ഡലത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പും പിഷാരടിയും ജനങ്ങൾക്ക് നൽകിയിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ ജനപ്രതിനിധിയായി പുതിയൊരു ഇന്നിംഗ്സ് കുറിക്കുന്ന രമേശ് പിഷാരടിക്ക് ആശംസകളുടെ പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ പങ്കുവച്ച ഈ കുറിപ്പ് മിനിറ്റുകൾക്കകം തന്നെ വലിയ ചർച്ചയായി മാറുകയും രാഷ്ട്രീയ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ഇതിന് താഴെ ലൈക്കുകളും കമന്റുകളുമായി എത്തുകയും ചെയ്യുന്നുണ്ട്. വരും വർഷങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിൽ വലിയ വികസന മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുവാൻ പുതിയ MLA-ക്ക് സാധിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെയും അണികളുടെയും പ്രതീക്ഷ. MLA എന്ന നിലയിൽ ജനങ്ങൾക്ക് 100% സേവനം ഉറപ്പാക്കാൻ തന്റെ കരിയർ പോലും മാറ്റിവെക്കുകയാണ് താരം. ഈ കാലയളവിൽ സിനിമകളും സ്റ്റേജ് പ്രോഗ്രാമുകളും പൂർണ്ണമായും ഒഴിവാക്കുവാനാണ് പിഷാരടി തീരുമാനിച്ചത്. പാലക്കാട് നഗരത്തിൽ MLA ഓഫീസ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരാണ് പാലക്കാടിന് ഉള്ളതെന്നും ഇത് വലിയ നേട്ടമാകുമെന്നും മന്ത്രി KA തുളസിയുടെ പിന്തുണ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിഷാരടിയുടെ ആദ്യ ഫോക്കസ് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നിവയിലാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി സുസജ്ജമാക്കും. ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കർഷകർ ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ നെല്ല് സംഭരണ വിഷയത്തിൽ കൃത്യമായി പരിഹാരം കാണും. നെല്ല് സംഭരണത്തിനായി ബജറ്റിൽ തന്നെ പ്രത്യേക തുക വകയിരുത്തുവാനുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും MLA ഉറപ്പു നൽകുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പാലക്കാടിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സിറ്റി ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കൊച്ചി, ബംഗളൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നതിനിടെ പാലക്കാടിന് മുഖച്ഛായ മാറും. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ പുതിയ ബൈപ്പാസ് റോഡുകൾക്ക് ഊന്നൽ നൽകും. ഗ്രാമങ്ങളെയും നഗരത്തെയും ഒരേപോലെ വളർത്തുന്ന നഗരാസൂത്രണമാണ് ലക്ഷ്യം. മാത്രമല്ല, കാശില്ലാത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ ബിസിനസ് ആശയങ്ങൾ മുടങ്ങില്ല. സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ ഫണ്ട് മാത്രമല്ല മറ്റു സംവിധാനങ്ങൾ വഴിയും വലിയ തോതിൽ മൂലധനം എത്തിക്കാൻ പിഷാരടി മുൻകൈയെടുക്കും. സാധാരണക്കാർക്ക് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കുറഞ്ഞ നിരക്കിൽ ആഘോഷങ്ങൾ നടത്തുവാൻ ഓഡിറ്റോറിയങ്ങളും നിർമ്മിക്കും.